പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങി വിനോദസഞ്ചാരികൾ. മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിയത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈവിംഗിനിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയും ആണ് മുകളിൽ കുടുങ്ങിയിരിക്കുന്നത്. 2 മണിക്കൂറിലധികമായി സഞ്ചാരികൾ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മാസം മുമ്പാണ് ആനച്ചാൽ ആകാശ ഭക്ഷണശാല തുറന്നത്. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയെന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിയിരിക്കുന്നത്. കുട്ടിയടക്കമുള്ള 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈവിംഗിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് എന്നാണ് നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഈ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി സഞ്ചാരികൾ മുകളിൽ കുടുങ്ങിയിട്ട് 1 മാസം മുമ്പാണ് ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്നത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഈ ആകാശ ഭക്ഷണശാലയിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരി കുട്ടികളടക്കമുള്ളവരാണ് കുടുങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 12:45 ഈ സംഭവം നടക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മലപ്പുറം സ്വദേശികളാണ് ഇവിടെ എത്തിയത്. കുട്ടികളടക്കം 2 വയസ്സും 4 വയസ്സും അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും ജീവനക്കാരിയുമാണ് ഈ ആകാശ ഡൈനിങ് ഹാളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏകദേശം 12:45 ഏകദേശം 2 മണിക്കൂറായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹൈഡ്രോളിക്കിന്റെ ഈ കംപ്ലൈന്റ് മൂലമാണ് ഇത്തരത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. ഏതായാലും ഇനി ഫയർഫോഴ്സ് അടക്കമുള്ള സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയാൽ മാത്രമേ ആയിരിക്കും ഇവരെ താഴേക്ക് ഇറക്കാൻ സാധിക്കുക. ഏതായാലും വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഈ കുടുംബം മുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ പല സബ് കളക്ടർ അടക്കം ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് അറിയാൻ സാധിച്ചത് 2 മണിക്കൂറിലധികമായി ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിൽ ഏറെയായിട്ടാണ് ഈ സ്കൈ ഡൈനിങ് എന്ന ഒരു സ്വകാര്യ കമ്പനി ഇത്തരത്തിൽ സ്കൈ ഡൈനിങ് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചത്. നിരവധി സഞ്ചാരികളും എത്തുന്ന പ്രദേശം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്കൈ ഡൈനിങ് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇത് ഇന്ന് ഉച്ചയോടെ എത്തിയ സഞ്ചാരികളാണ് ഇത്തരത്തിൽ സ്കൈ ഡൈനിങ്ങിൽ കയറിയതും പിന്നീട് കുടുങ്ങിയതും. ഏതായാലും ഇനി ഇവരെ ഇറക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇനി വേണ്ടിവരിക. വിനീഷ്, അതുപോലെ തന്നെ ഈ ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ ഈ ആകാശ ഭക്ഷണശാല തുറക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഈ കൃത്യമായ നടപടികൾ അല്ലെങ്കിൽ അനുമതി എല്ലാം വാങ്ങിക്കൊണ്ട് തന്നെയുള്ള ഒരു ഭക്ഷണശാല തന്നെയാണോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും അനുമതി ഉണ്ടായിരിക്കാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകളിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അനുമതി ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിരവധി സഞ്ചാരികൾ ഈ സ്കൈ ഡൈനിങ്ങിൽ കയറി ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ശേഷം പോകുന്ന സഞ്ചാരികൾ നിരവധിയാണ്. എന്നാൽ ഉച്ചയോടെ ഈ സഞ്ചാരികൾ കയറി 12:45 കയറുന്നത് പിന്നീട് താഴേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ താഴേക്ക് ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഏതായാലും ഈ ഹൈഡ്രോളിക്കിന്റെ ഒരു തകരാറാണ് സംഭവിച്ചിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി വിദഗ്ധരടക്കം എത്തിയായിരിക്കണം ഈ ഹൈഡ്രോളിക്കിന്റെ പരിഹാരം തീർത്ത ശേഷമായിരിക്കും ഇത് ഇറക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇനി അഗ്നിരക്ഷാ സേനാ സംഘങ്ങളടക്കം സ്ഥലത്തെത്തി പിന്നീട് ഇത് എങ്ങനെയാണ് ഇറക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുക. ഏതായാലും പോലീസും സബ് കളക്ടറും അടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഇവരെ ഇറക്കുക, അതാണ് മുന്നിലുള്ള ലക്ഷ്യം. ഇറക്കുക ഇപ്പൊ ഏറ്റവും മുന്നിലുള്ള ലക്ഷ്യമായിട്ട് കാണുന്നത്. സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. കുട്ടികളടക്കമുള്ള ഒരു കുടുംബമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറക്കുന്നത്. 2 മണിക്കൂറിലധികമായി സഞ്ചാരികൾ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് ഇത്തരത്തിൽ ഈ ഒരു ഭക്ഷണശാല മുകളിൽ കുടുങ്ങിക്കിടക്കാൻ ഒരു കാരണം എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരിക്കുന്നത്. 5 പേരാണ് നിലവിൽ ഈ ഒരു ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത്. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2 മണിക്കൂറിലധികമായി സഞ്ചാരികൾ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്നത്. വിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.
ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിലാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഈ ഒരു കുടുംബവും ഒരു ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ ഈ ഒരു ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. നമുക്കറിയാം, നിരവധി നാളുകളായി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണശാലകൾ, ഈ സ്കൈ ഡൈനിങ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറക്കുന്നത്. ഒരു കുടുംബമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഇവർ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്ന് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ തകരാറാണ് ഇത്തരത്തിൽ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കാൻ, അല്ലെങ്കിൽ തകരാറിലാവാൻ ഒരു കാരണമെന്നാണ് പ്രാഥമിക വിവരം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഇവർ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത്. കുട്ടികളടക്കം 5 പേരാണ് ഇത്തരത്തിൽ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇടുക്കി ആനച്ചാലിലാണ് ഇത്തരത്തിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ട്രെയിനിൻ്റെ സാങ്കേതിക തകരാറാണ് ഇത്തരത്തിൽ ഈ ഒരു വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കാൻ ഒരു കാരണമായി പറയുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് ഇതിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഈ താഴെയിറക്കാനുള്ള നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയും അടക്കം 5 പേരാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി സഞ്ചാരികൾ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്നു പ്രവർത്തിച്ചത്. ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ തകരാറ് മൂലമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വിനോദസഞ്ചാരികൾ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ക്രെയിനിൻ്റെ സാങ്കേതിക തകരാറാണ് ഇതിന് കാരണം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിങ്ങളടക്കം 5 പേരാണ് ഇപ്പോൾ ഈ ഒരു ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഈ വിനോദസഞ്ചാരികൾ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു ജീവനക്കാരിയും 2 കുട്ടികളും മാതാപിതാക്കളുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. മലപ്പുറം സ്വദേശികളാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരം. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഒരു കുടുംബവും ഒരു ജീവനക്കാരിയുമാണ് മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്ന് പ്രവർത്തിക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ അടക്കം വരുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ഒരു ആകാശ ഭക്ഷണശാലയിൽ. ഭക്ഷണം കഴിക്കാനായി നിരവധി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കുടുംബവും ഒരു ജീവനക്കാരിയും അതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. 2.5 മണിക്കൂറിലധികമായി ഇവർ മുകളിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്ന് പ്രവർത്തിക്കുന്നത്. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ട്രെയിനിൻ്റെ സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. താഴെയിറക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മലപ്പുറം സ്വദേശികളാണ് ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ ഒരു ക്രെയിനിൻ്റെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് ഇതിന് കാരണം എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയും അടങ്ങുന്ന 5-അംഗ സംഘമാണ് ഇപ്പോൾ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2 മണിക്കൂറിലധികമായി ഇവർ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്ന് പ്രവർത്തിക്കുന്നത്.
സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 മണിക്കൂറിലധികമായി വിനോദസഞ്ചാരികൾ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്.